ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മതവും സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നാം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നസ്രത്തിലെ യേശു ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകനായിരിക്കാം. എന്നാൽ യേശുക്രിസ്തു ജാതി, മത, വർണ്ണ, വർഗഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ രക്ഷകനാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ മനുഷ്യരെ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ വേർതിരിവുകൾക്ക് വിധേയരാക്കാതെ സകലർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് രക്ഷകൻ്റെ അവതാരം എന്നതാണ് ചരിത്ര സത്യം. പാപമോചനം വഴിയുള്ള രക്ഷ യേശുവിലൂടെ മാത്രമേ ലോകത്തിന് ലഭിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത്രേ. നല്ല മനസ്സ് ദൈവത്തിൻ്റെ മനസ്സാണ്. യേശുവിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ അഭിപ്രായത്തോട് യോജിച്ചവരെ യേശു ഒരുമിച്ച് കൂട്ടി. പരിശുദ്ധാത്മാവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കാൻ അവൻ അവരോട് ആഹ്വാനം ചെയ്തു. വിശ്വാസപൂർവം അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവർ ശക്തിയും ധൈര്യവും ജ്ഞാനവും പ്രാപിച്ചു. അങ്ങനെ അന്നൊരു പന്തക്കുസ്താ ദിവസം സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ തിരുസഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ നടത്തപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി നാം എല്ലാവരും വായിച്ചറിയുന്ന ഒരു സത്യമാണ്. ഇപ്രകാരം യേശുവിൻ്റെ പ്രവർത്തനം സഭയിലൂടെ നടക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് നാം കാണുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി അവതാരം ചെയ്ത യേശുക്രിസ്തു എന്തു ചെയ്തുവോ തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നാം വിശ്വാസികളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നതും ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ യേശു സ്ഥാപിച്ചത് മതം അല്ല, സഭയാണ് എന്ന് വളരെ വ്യക്തമാണ്. യേശുനാഥൻ പറഞ്ഞില്ലേ, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. കർത്താവ് പറഞ്ഞത് ഈ പാറമേൽ എൻ്റെ മതം ഞാൻ സ്ഥാപിക്കുമെന്നല്ല, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും എന്നാണ് അവിടുന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമ്മോട് അരുളി ചെയ്തത്. കാരണം പ്രിയപ്പെട്ടവരെ, മതവും സഭയും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മതം എന്നാൽ അഭിപ്രായമെന്നോ ദർശനമെന്നോ അനുഷ്ഠാനമെന്നോ വിശ്വാസമെന്നോ ഒക്കെ അർത്ഥങ്ങളുണ്ട്. ഇഴപിരിച്ച് തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതവും സഭയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ ഞാൻ പരിശ്രമിക്കാം. മതമെന്നാൽ ഒരു അഭിപ്രായമെന്നോ ഒരു ദർശനമെന്നോ ഒരു അനുഷ്ഠാനമെന്നോ ഒരു വിശ്വാസമെന്നോ ഒക്കെ അർത്ഥങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതും ആധ്യാത്മികവുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരേ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരേ മതം വച്ചു പുലർത്തുകയും
സമാന സ്വഭാവമുള്ള അനുഷ്ഠാനങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നവർ ഒരു മതത്തിൽ പെട്ടവരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മതം ഇതാണ് എന്നാണ് അതിൻ്റെ വിവക്ഷ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സഭ ഒരേ വിശ്വാസത്തിനോ ഏക അഭിപ്രായത്തിനോ ഒരേ അനുഷ്ഠാനത്തിനോ അതീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഭയാക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ഭാഗഭാഗിത്വമാണ് എന്ന് വരും. മനസ്സിലാക്കുക, സഭയാക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള മനുഷ്യന്റെ ഭാഗഭാഗിത്വമാണ്. സഭ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് തിരുസഭ എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഐക്യപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് സഭ. മനസ്സിലാക്കുക, ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് വിളിക്കുക. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ അനുദിനം ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ അനുദിനം ചേർത്തുകൊണ്ടേയിരുന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം സഭയുടെ പ്രവർത്തനം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേരുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് വിളിക്കുക. ഇത് വെറും ഒരു അഭിപ്രായ ഐക്യം മാത്രമല്ല. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അഭിപ്രായം അല്ലാത്ത ഒന്നിനോട് ഐക്യപ്പെട്ടതുകൊണ്ട് ദൈവാത്മാവിന് വന്നു പ്രവർത്തിക്കാൻ സാധ്യമല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മതങ്ങൾ തമ്മിൽ ദർശനങ്ങളിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, മതങ്ങൾ തമ്മിൽ അവരുടെ ദർശനങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഓരോ ദർശനവും ദൈവത്തെക്കുറിച്ച് നൽകുന്ന ധാരണയിലും വ്യത്യാസമുണ്ട്. മാത്രമല്ല, പല ദർശനങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ദുഷ്ടനെ നശിപ്പിക്കുന്ന ദൈവത്തെയാണ് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ ക്രിസ്തു തിരുസഭയിലൂടെ ആവിഷ്കരിച്ചതാകട്ടെ ദുഷ്ടനെ തേടി നടന്ന് കണ്ടെത്തുകയും ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തെയാണ്. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം രണ്ട് ദർശനങ്ങളിലും വിഭിന്നമാണ്. ദുഷ്ടനെ നശിപ്പിക്കുന്ന ദർശനമായി ചില മതങ്ങൾ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ആവിഷ്കരിച്ച ദൈവം എന്നത്, ക്രിസ്തുവിൻ്റെ ദൈവസങ്കല്പം എന്നത് ദുഷ്ടനെ തേടി നടന്ന് കണ്ടെത്തുകയും ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ്. ഇപ്രകാരം ഒരു ദൈവത്തെയാണ് എല്ലാവരും അവതരിപ്പിക്കുന്നത് എന്ന് പറയുക നമുക്ക് അസാധ്യമായി തീരുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ സഭ നമുക്ക് കാണിച്ചു തരുന്ന ക്രിസ്തുദേവന്റെ അനന്യത വെളിവാക്കി തീർക്കപ്പെടുന്നത്. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും ദൈവാനുഭവവും പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് വരും. ഉദാഹരണത്തിന്, ദുഷ്ടനെ സംഹരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് ദുഷ്ടത പ്രവർത്തിച്ചാൽ പിന്നെ ഭയമായിരിക്കും ആ ദൈവത്തോട്. എന്നാൽ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ഒരു ദുഷ്ടൻ അറിഞ്ഞാൽ അത് മാനസാന്തരത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ധാരാളം മാനസാന്തരങ്ങൾ നടക്കുക.
ഒത്തിരിയേറെ പേര് ദൈവവചന പ്രഘോഷണങ്ങൾ നടക്കുന്ന കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും വന്ന് മാനസാന്തരപ്പെടുന്നു എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: മാനസാന്തരത്തിന് കാരണമായി തീരും വിധം ദൈവം നല്ലവനാണ് എന്ന് പ്രഘോഷിക്കപ്പെടുന്നു എന്നതാ. ദുഷ്ടനെ ശിക്ഷിക്കുന്നവനല്ല, ദുഷ്ടനെ ദൂരെ അകറ്റുന്നവനല്ല. വ്യഭിചാരം ചെയ്ത സ്ത്രീയെ ഫരീസേയരും നിയമജ്ഞരും പിടിച്ചുകൊണ്ടുവന്നപ്പോ, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അനുനയത്തോടെ പറഞ്ഞു വിടുന്ന യേശുക്രിസ്തു എന്ന ദൈവസങ്കല്പം, പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവ അനുഭവമാണ് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാകും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖല ഏതാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. നമ്മൾ സാധാരണ പൂർവികര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഉന്തി മരം കയറ്റിയാൽ കൈവിട്ടാൽ താഴെ പോകും. മാറ്റം എന്നത് എൻ്റെ സ്വന്തമായ തീരുമാനമാകണം, എൻ്റെ സ്വന്തമായ താല്പര്യമാകണം, എൻ്റെ സ്വന്തമായ പ്രാർത്ഥനയാകണം. പ്രേരിപ്പിക്കാം മറ്റുള്ളവർക്ക്, ഉന്തിക്കൊണ്ടുവന്നിരുത്താം മറ്റുള്ളവർക്ക്. പക്ഷേ ജീവിക്കേണ്ടവൻ, മാറ്റം വരുത്തേണ്ടവൻ ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖല ഏതാണ് എന്ന് ഞാൻ തന്നെയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട വേലായുധൻ എന്നു പേരുള്ള ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. 6 മാസം കൊണ്ട് 4,65,000 രൂപ കാശ് വെച്ചുള്ള ചീട്ടുകളിയിൽ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഈ വേലായുധൻ. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹം ഇപ്പോൾ ഒറ്റക്കയ്യനാണ്, ആൾക്ക് വലതുകൈയില്ല, ഷോൾഡറിന് ഇവിടെ വെച്ച് വലതുകൈ അറ്റുപോയതാണ്. അതിനൊരു കാരണമുണ്ട്. ഈ മനുഷ്യൻ സ്വന്തമായുള്ള 7 സെന്റ് സ്ഥലവും വീടും പണയം വെച്ച് കാശെടുത്ത് ചീട്ട് കളിച്ചു, കാശ് നഷ്ടപ്പെട്ടു. ഭാര്യയുടെ കഴുത്തിൽ താലിയിട്ടിരിക്കുന്ന ഒരു കൊച്ചു സ്വർണ്ണമാലയുണ്ട്. ആ മാല പണയം വെക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയി വിറ്റ് കാശ് മേടിച്ച് ചീട്ട് കളിച്ചു, കാശ് നഷ്ടപ്പെടുത്തി. അയൽപക്കത്ത് ചോദിച്ചാൽ കിട്ടാവുന്ന ആൾക്കാരോടൊക്കെ കടം വാങ്ങിച്ചു, ഇന്നുവരെ 5 പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു ദിവസം രാത്രി ചീട്ട് കളിച്ച് തോറ്റിരുന്ന ഈ വേലായുധൻ തൻ്റെ കയ്യിൽ കിടന്ന് വാച്ച് അഴിച്ചെടുത്ത് ജയിച്ചയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടാ, ഇത് മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ, ഇത് നീ എടുത്തോ. ഇത് പറഞ്ഞിട്ട് പതിവ് പോലെ വേലായുധൻ അർദ്ധരാത്രി ആയപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് ഭാര്യയും 3 മക്കളും ഉള്ള മനുഷ്യനാ ഇദ്ദേഹം. 1.5 വർഷം കഴിഞ്ഞപ്പോൾ, വിവാഹത്തിനു ശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പതിവാണ് പണിയെടുത്തു വന്ന് കുളിച്ച് ടൗണിൽ പോയി ചീട്ടുകളി സ്ഥലത്തിരുന്ന് അർദ്ധരാത്രി വരെ ചീട്ട് കളിക്കുക എന്നുള്ളത്. ഭാര്യയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നെ കാത്തിരിക്കുകയൊന്നും വേണ്ട, മക്കൾക്ക് അത്താഴം കൊടുത്ത് നിങ്ങൾ വാതിലടച്ച് കുറ്റിയിട്ട് കിടന്നുറങ്ങിക്കോ, അടുക്കള വാതിൽ ചാരിയാ മതി, കുറ്റിയിടണ്ട. പതിവ് പോലെ അന്ന് രാത്രി നിരാശനായി വേലായുധൻ അടുക്കള വശത്തോടെ വന്ന് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. ഭാര്യ അടുക്കളയിൽ വിളമ്പി വെച്ചിരിക്കുന്ന അത്താഴം എടുത്ത് കഴിച്ചിട്ട് ഒന്ന് ചുറ്റും കണ്ണു ഓടിച്ചു നോക്കി. വിറക് വെച്ച് കത്തിക്കുന്ന 3 കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്ന പഴയ മോഡൽ അടുപ്പ് കെട്ടാൻ ഒരു തറ അടുക്കളയിൽ പൊക്കിക്കെട്ടിയിട്ടുണ്ട്. അതിൽ ഒരു അടുപ്പ് കല്ലിൻ്റെ അടുത്തായി വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കത്തി ഇരിക്കുന്നു. വേലായുധൻ ഒന്നും ആലോചിച്ചില്ല, ഓടിച്ചെന്നു വാക്കത്തി കയ്യിലെടുത്തു. ഇടതുകൈ വശമുള്ള വേലായുധൻ വാക്കത്തി ഇടതുകൈയിൽ പിടിച്ച് തൻ്റെ വലതുകൈ ഷോൾഡറിന് ഇവിടെ വെച്ച് ഒരൊറ്റ വെട്ടുകൊടുത്തു. ശക്തിയായി. കൈയുടെ എല്ലടക്കം വേലായുധന്റെ വലതുകൈ അറ്റു തൂങ്ങി, രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി, വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. വേലായുധൻ വലിയ വായിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി.
ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അയൽപക്കക്കാരും ഒക്കെ ചാടി എഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കണു വേലായുധൻ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു ടാക്സി കാറ് വിളിച്ച് വേലായുധനെയും കയ്യുമായിട്ട് നേരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്നു. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ വന്നു പരിശോധന കഴിഞ്ഞിട്ട് പറഞ്ഞു, വെട്ടിയിട്ട് അധികം സമയം ആകാത്തത് കൊണ്ട് വേണമെങ്കിൽ കൈ വെച്ചു പിടിപ്പിക്കാം. വെട്ടിയിട്ട് അധികം സമയം ആകാത്തത് കൊണ്ട് വേണമെങ്കിൽ കൈ വെച്ചു പിടിപ്പിക്കാമെന്ന് ഡോക്ടർ പറയുന്നത് കേട്ട വേലായുധൻ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് ഇടത് കൈ കൊണ്ട് തൂത്ത് കളഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു, സാറേ, കൈ വെച്ച് പിടിപ്പിക്കണ്ട. 2 കയ്യും ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ചീട്ട് കളിക്കാൻ പോകും. 1 കയ്യേ ഉള്ളെങ്കിൽ ഇനി ഞാൻ ചീട്ട് കളിക്കത്തില്ലല്ലോ. അറിഞ്ഞോണ്ട് വെട്ടിയതാ സാറേ. പ്രിയപ്പെട്ടവരെ, വേലായുധം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മള്. സാറേ, കൈ വെച്ച് പിടിപ്പിക്കണ്ട. 2 കൈകൾ ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ചീട്ട് കളിക്കാൻ പോകും. 1 കയ്യേ ഉള്ളെങ്കിൽ ഇനി ചീട്ട് കളിക്കത്തില്ലല്ലോ. വേണോന്ന് വെച്ച് അറിഞ്ഞോണ്ട് വെട്ടിയതാ സാറേ. പ്രിയപ്പെട്ടവരെ, ഇത് വേലായുധന്റെ സ്വയം എടുത്ത തീരുമാനമായിരുന്നു. 2 കൈകൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചീട്ട് കളിക്കാൻ പോകും. ഈ ദുശ്ശീലം മാറ്റാൻ പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റിയില്ലല്ലോ. ഇനി ഇങ്ങനെ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് കാശ് മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ വേലായുധന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, വേലായുധൻ സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണിത്. ഇതൊരു മാനസാന്തരമാണ്. ദൈവ തിരുസന്നിധിയിൽ വേലായുധൻ ദൈവത്തിനൊരു വാക്ക് കൊടുത്തു. ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും കണ്ണുനീരിലാഴ്ത്താൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ച് കുടുംബത്തോടുള്ള ബാധ്യത തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേലായുധൻ തയ്യാറായി. വേലായുധൻ ഇന്ന് കൺവെൻഷൻ ഗ്രൗണ്ടുകളിലൂടെയും ധ്യാന കേന്ദ്രങ്ങളിലൂടെയും ദൈവത്തിന് സാക്ഷിയായി നടക്കുകയാണ്. ഒറ്റക്കയ്യൻ വേലായുധൻ. മനസ്സിലാക്കുക, ഇതൊരു മാനസാന്തരത്തിന്റെ അനുഭവമാണ്. തിരുസഭയിലൂടെ മാത്രം സാധ്യമാകുന്ന മാനസാന്തരത്തിന്റെ ചൈതന്യമാണിത്. പ്രിയപ്പെട്ടവരെ, എല്ലാ മതങ്ങളും ദൈവത്തെ തേടുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. എല്ലാ മതങ്ങളിലും ദൈവ ആവിഷ്കരണം പ്രാകൃത രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ്. സത്യത്തിന്റെ തരികൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് താനും. എല്ലാ ദൈവാന്വേഷണവും ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നതാണ് ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. മനസ്സിലാക്കുക, എല്ലാ മതങ്ങളും ദൈവത്തെ തേടുന്നു. എല്ലാ മതങ്ങളിലും ദൈവാവിഷ്കരണത്തിന്റെ പ്രാകൃതമായ രൂപമുണ്ട്. സത്യത്തിന്റെ തരികൾ എല്ലാ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അതുകൊണ്ട് മതങ്ങളെല്ലാം ഒരേ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരുപോലെയുള്ള വഴികളാണ് എന്ന് സമർത്ഥിക്കുക സാധ്യമല്ല. എല്ലാ മതവിശ്വാസങ്ങളും ഒരു ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന ചിന്തകളാണ് എന്നോ വഴികളാണ് എന്നോ സമർത്ഥിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, യഹൂദ മതഗ്രന്ഥങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. പ്രവചനത്തിന്റെ നിറവേറലായ യേശു ക്രിസ്തുവിലൂടെയാണ് സത്യം പൂർണ്ണമായി വെളിപ്പെടുന്നത്. ആർഷഭാരത ഗ്രന്ഥങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശനങ്ങളും പ്രവചനങ്ങളും ഉണ്ട് എന്ന് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ദൈവാന്വേഷണവും യേശു ക്രിസ്തുവിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നതാണ് ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കുക. കാരണം ക്രിസ്തുവിലാണ് ദൈവം തന്നെ പൂർണ്ണമായും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, യഹൂദ മതഗ്രന്ഥങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. പ്രവചനത്തിന്റെ നിറവേറലായി ക്രിസ്തുവിലൂടെ സത്യം പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെട്ടു. ആർഷഭാരത ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലും യേശു ക്രിസ്തുവായ പ്രജാപതിയെ കുറിച്ചുള്ള പരാമർശം വളരെ വ്യക്തമായി ഉണ്ട്. ഇസ്ലാം മതത്തിന്റെ പ്രവചന ഗ്രന്ഥം എന്ന് കണക്കാക്കപ്പെടുന്ന
വിശുദ്ധ ഖുർആനിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ പരാമർശം ഈസാ നബി എന്ന പേരിൽ പറയപ്പെടുന്നതായി നാം എല്ലാവരും ഈ മതഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിലാണ് ദൈവം തന്നെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്രകാരം ഈ ദൈവീക മേഖലയിലേക്ക് വളരും തോറും അടുക്കും തോറും സഭ സ്ഥാപിച്ച ക്രിസ്തുവാകുന്ന ദൈവത്തിങ്കലേക്ക് അടുക്കാനുള്ള വഴിയായി ഞാനും നിങ്ങളും നമ്മുടെ സഭാജീവിതത്തെ കണക്കാക്കണം എന്നാണ് ഞാൻ ഇത്തരുണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതത്തിന് മനുഷ്യരെ നല്ലവരാക്കാനുള്ള കഴിവില്ല. മനസ്സിലാക്കുക, ഒരു മതത്തിനും മനുഷ്യനെ നല്ലവനാക്കാനുള്ള കഴിവില്ല. നല്ലവനാകണം എന്ന് പറയാൻ പറ്റും, പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക്, അത് ദുഷ്ടനാണെങ്കിലും ദുഷ്ടനല്ലെങ്കിലും, വിശ്വാസം കൊണ്ട് വിശുദ്ധനാകാൻ കഴിയും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട്, യേശുക്രിസ്തുവിലുള്ള എൻ്റെ ജീവിതചര്യകൾ കൊണ്ട് എനിക്കൊരു വിശുദ്ധനായി തീരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതാണ് സഭയുടെ പ്രസക്തി എന്ന് മനസ്സിലാക്കുക. എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഫേസോസിലെ സഭയോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് നാം സ്വയം നേടിയെടുത്ത ഒന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനമായ ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് വന്നു നിറയുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ സ്ഥാപിതമായ കത്തോലിക്ക തിരുസഭയിൽ അംഗമാകുന്നത് വഴി, മാമോദീസായിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തോട് ഒന്നായി ചേരുന്നത് വഴിയായും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയിലെ അംഗമായി തീരുന്നത് കൊണ്ടുമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം വ്യക്തമായും നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതവും സഭയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. ഏതെങ്കിലും മതവിഭാഗങ്ങളെ കുറച്ചു കാണുന്നതിനോ ഏതെങ്കിലും ദർശനങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിനോ ഉള്ള പരിശ്രമം ആയിരുന്നില്ല നമ്മൾ ഈ മണിക്കൂറിൽ നടത്തിയത്. മറിച്ച് എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ കണികകൾ ഉള്ളതുകൊണ്ടും എല്ലാ മതങ്ങളും ദൈവത്തെ ആവിഷ്കരിക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടും എല്ലാ മതവിഭാഗങ്ങളും ദൈവത്തിങ്കലേക്കുള്ള ചൂണ്ടുപലകകളോ വഴികാട്ടികളോ ആണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടും തന്നെ ക്രിസ്തു മതത്തിലൂടെ അഥവാ ക്രിസ്തുവിൻ്റെ സഭയിലൂടെ വ്യക്തമായും ഞാനും നിങ്ങളും അംഗമായി തീരുമ്പോൾ ആ ദൈവത്തിങ്കലേക്ക് അടുക്കുകയാണ് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം കത്തോലിക്ക തിരുസഭയിലൂടെ അപ്പസ്തോലികവും ശ്ലൈഹികവും സാർവത്രികവും വിശുദ്ധവുമായ കത്തോലിക്ക തിരുസഭയിലൂടെ എൻ്റെ ജീവിതത്തെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും സഭയിലെ അംഗം എന്ന രീതിയിൽ ദൈവാന്വേഷണത്തിലാണ് എന്നും ദൈവാനുഭവത്തിൻ്റെ മേഖലകളിലേക്ക് ചരിക്കുന്നുവെന്നും നമുക്കെല്ലാവർക്കും മനസ്സിലാകും. ഇപ്രകാരമുള്ള ഒരു വളർച്ച സഭാജീവിതം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ, അതുവഴിയായി പള്ളിയോടും പട്ടക്കാരനോടും ദേവാലയ കാര്യങ്ങളോടും മുഖം തിരിച്ചു നിൽക്കുന്നുവെങ്കിൽ
മനസ്സിലാക്കുക, ഞാൻ നേരിൻ്റെ വഴിയിൽ അല്ല. ക്രിസ്തുവിനെയും സഭയെയും രണ്ടായി കാണുക അസാധ്യമാണ്. ഭൗതിക ശരീരമായ സഭയുടെ ശിരസാണ് കർത്താവ്. എൻ്റെ ഈ കഴുത്തിന് മുകളിൽ എനിക്ക് തലയില്ലെങ്കിൽ എന്നെ കാണാൻ വളരെ മോശമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കഴുത്തിന് മുകളിൽ തലയില്ലാത്ത മനുഷ്യർ നടന്നു പോകുന്നത് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. അപ്രകാരമാകാനല്ല ദൈവം നമ്മളെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. തിരുസഭയുടെ വിശ്വസ്തനായ അംഗമായി ജീവിക്കാൻ കർത്താവെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, സഭയോട് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.